എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. മ്യൂസിക് ഹൈലൈറ്റ് ആയി തോന്നുന്നുണ്ടോ എന്ന് അറിയില്ല, മീൻസ് എക്സ്പോസ് ആവുന്നുണ്ടോ എന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയാം. അപ്പോൾ എനിക്ക് പറ്റിയൊരു മണ്ടത്തരം എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് കിട്ടിയൊരു പണീനെ പറ്റി പറയാൻ വിചാരിച്ചത്. മീൻസ് നല്ലൊരു റിട്ടൻ്റെ പണിയായിരുന്നു പറ്റിയത്. ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ആഫ്രിക്കയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഓൾറെഡി യാത്ര എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വന്ന 14-ാം തീയതിയാണ്. ആക്ച്വലി ഇവിടെ 15-ന് വൈകുന്നേരം എത്തേണ്ടതായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ ഇവിടെ എത്തിയത് 16-ന് വൈകുന്നേരം. അതായത് ചെന്നൈയിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് ചെന്നൈ വന്നു, ചെന്നൈയിൽ നിന്ന് ദുബായിൽ വന്നു, ദുബായിൽ നിന്ന് ആക്ര ഗാന, പിന്നെ അവിടെ നിന്ന് സിയറ ലിയോൺ എന്ന് പറയും. എല്ലാവർക്കും അറിയാം ഞാൻ സിയറ ലിയോണിലാണ് താമസിക്കുന്നുള്ളത്. അപ്പം ഞാൻ ഇപ്രാവശ്യം വന്നപ്പം കണ്ണൂരിൽ നിന്ന് ചെന്നൈ വന്നു. ചെന്നൈയിൽ നിന്ന് ദുബായിൽ വന്നപ്പോൾ, അതായത് ചെന്നൈ എയർപോർട്ടിൽ നിന്ന് 1 hour ഡിലേ ആയി ദുബായിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ 1 hour ഡിലേ ആയപ്പോൾ എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആണല്ലോ, 1, 2, 3, 4 ഫ്ലൈറ്റിൽ കയറണം. അപ്പോൾ ഇവിടുന്ന് 1 hour ഡിലേ ആയപ്പോൾ അവിടുന്ന് ഒരു ജസ്റ്റ് 1.5 hour ഡിസ്റ്റൻസ് മീൻസ് ഒരു ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിരുന്നു അടുത്ത ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കിൽ ആ ഫ്ലൈറ്റ് മിസ്സായി. ആ ഫ്ലൈറ്റ് മിസ്സായപ്പോൾ മൊത്തം അങ്ങോട്ടുള്ള കണ്ടിന്യൂസ് കണക്ഷൻ മിസ്സായി. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് എങ്ങനെ എന്തെങ്കിലും കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി മാത്രമാണ്. എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാൻ അറിയില്ല. എനിക്ക് ഉണ്ടായ അനുഭവങ്ങളെ മാത്രം പറ്റി പറയുന്നതാണ്. പക്ഷേ ചിലപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ ഞാൻ ചുരുക്കം എന്താ പറയുക, ലോങ് സ്റ്റോറി ഷോർട്ട് കട്ട് എന്നുള്ളതിൽ ഞാൻ പറയും. അപ്പോൾ ഞാൻ കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സായപ്പോൾ എനിക്ക് ദുബായിൽ നിന്ന് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു. സ്റ്റേ ചെയ്തിട്ട് പിന്നെ എനിക്ക് അടുത്ത ദിവസമായിരുന്നു ഫ്ലൈറ്റ് അവർ അറേഞ്ച് ചെയ്തത്. അതായത് നമ്മുടെ കാരണം കൊണ്ട് ഫ്ലൈറ്റ് മിസ്സോ കാരണങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മളെ റെസ്പോൺസിബിലിറ്റിയും, അവരെ കാരണം കൊണ്ട്, അതായത് ഫ്ലൈറ്റിൻ്റെ എയർലൈൻസിൻ്റെ കുഴപ്പം കൊണ്ടോ അവരുടെ റീസൺ കൊണ്ടോ നമുക്ക് ഫ്ലൈറ്റ് മിസ്സാവോ ഡിലേ ആവുകയോ ചെയ്യുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യുന്നത്. അതും എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഒരേ എയർലൈൻസിൽ നമ്മൾ ബുക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു കണക്ഷൻ ഫെസിലിറ്റി കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു എമിറേറ്റ്സിൽ നമ്മൾ പോയ അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് കെനിയ എയർവേസോ അല്ലെങ്കിൽ എത്യോപ്യൻ എയർലൈൻസ് അങ്ങനെ ഏതെങ്കിലും എയർലൈൻസ് ആണെങ്കിൽ ആ ഒരു കണക്ഷൻ ഫെസിലിറ്റി ഉണ്ടാവില്ല എന്ന് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എമിറേറ്റ്സിലായിരുന്നു ഇതുവഴിയുള്ള ഫുള്ളായിട്ട് കണക്ഷൻ ബുക്ക് ചെയ്തത്. അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. അപ്പോൾ 1 hour ഡിലേ ചെന്നൈയിൽ നിന്ന് വന്നിട്ട് എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സായി. അവിടെ എനിക്ക് സ്റ്റേ തന്നു ദുബായിൽ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവിടെ ദുബായിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിട്ട്. മീൻസ് ഫ്രീ ആയിട്ടല്ല, അവർ സ്റ്റേ തന്നു. ഞാനങ്ങനെ എൻ്റെ ചിലവിൽ തന്നെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഡീറ്റെയിൽ ഈ വീഡിയോ വരുന്നുണ്ട്, പക്ഷെ നല്ലൊരു ഷോർട്ട് കട്ടായിട്ട് ഞാൻ പറയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സാകുന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റാർട്ടിങ് പോയിന്റ് നിട്ട് ലഗേജ് നമ്മളെ എൻഡിൽ വരെ എത്തുന്നുണ്ടോ എന്നുള്ളൊരു നമ്മൾ കൺഫർമേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ലഗേജ് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. ലഗേജ് മിസ്സായാലും ട്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ബോർഡിംഗ് പാസ് അല്ലെങ്കിൽ എടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ എടുത്തതിന് ശേഷം അവരോട് ചോദിക്കുക, എൻ്റെ ലഗേജ് ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടോ എന്ന് വെച്ചാൽ. അവിടുന്ന് ദുബായിൽ നിന്ന് അവർ എന്നിട്ട് ഞാൻ ഗാനയിലെത്തിയപ്പം ഗാനയിൽ നിന്ന് അവർ എമിറേറ്റ്സ്, അതായത് എമിറേറ്റ്സിൽ തന്നെയായിരുന്നു അവരെ തരാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എന്നിട്ടും ഞാൻ ഇത്രയും ഗ്യാപ്പ് വന്നിട്ടും 24 മണിക്കൂർ ഗാനയിൽ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല, ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റിയാണ്, എന്താ പറയുക, അവരുടെ ഡിലേ കൊണ്ടുവന്നെയാണല്ലോ, അപ്പോൾ എനിക്ക് പറ്റില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും എയർലൈൻസിൽ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എയർലൈൻസ് ബുക്ക് ചെയ്യാൻ ഡിനേ ചെയ്തു. പക്ഷെ ഞാൻ കുറച്ച് അവിടെ ഒരു ആർഗ്യുമെൻറ്റ്സ് നടത്തിയപ്പം അവർ ഓക്കെ ഫൈൻ, അവിടെ എത്തിയിട്ട് ഒരു 2 മണിക്കൂർ ഗ്യാപ്പിന് ശേഷം അവർ കെനിയ എയർലൈൻ, അതായത് ഗാനയിൽ നിന്ന് സിയറ ലിയോണിലേക്കുള്ള കെനിയ എയർലൈനിൽ ബുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അത് അവരുടെ റിസ്കിൽ, നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം വെച്ചാൽ അവരാണല്ലോ ഡിലേ വരുത്തിയത്. അപ്പോൾ അങ്ങനെ മാറ്റിയിട്ടപ്പോഴേ എനിക്കൊരു ഡൗട്ട് വന്നു, എൻ്റെ ലഗേജ് അവിടെ മാറ്റിയിട്ടിട്ടുണ്ടോന്ന്. അപ്പോൾ ആ ഒരു ഡൗട്ട് വന്നപ്പോൾ ഞാൻ നേരെ പോയി ചോദിച്ചു, കെനിയ എയർലൈൻസിൽ പോയി ചോദിച്ചപ്പോൾ ലഗേജ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ദുബായിൽ നിന്ന് പറഞ്ഞത്, നിങ്ങൾ ഗാനയിൽ നിന്ന് അവർ മാറ്റിയിടും, ഫൈനൽ ഡെസ്റ്റിനേഷൻ സിയറ ലിയോണിൽ എൻ്റെ ബാഗ് കളക്ട് ചെയ്താൽ മതി എന്നായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേങ്കിൽ ആക്ച്വലി ഞാൻ എന്നോട് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തോ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ഇതിൽ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ഗാനയിൽ എത്തിയിട്ട് ഗാനയിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇല്ല, ലഗേജ് ഇല്ല, ലഗേജ് ഏതാണെന്നില്ല. മീൻസ് അതായത് ഞാൻ ദുബായിൽ എത്തിയപ്പോഴേ ബോർഡിംഗ് പാസ് അവർ ഹോട്ടൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുന്ന കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ എയർലൈൻ സ്റ്റാഫ്. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ എൻ്റെ പഴയ ബോർഡിംഗ് പാസ് വാങ്ങിച്ച് പുതിയ ബോർഡിംഗ് പാസ് വന്നു. അപ്പോൾ അതിനകത്തുള്ള ഈ ബാഗേജ് ടാഗ് അവർ മാറ്റിയിടാൻ മറന്നുപോയി. അങ്ങനെയാണ് ഞാൻ ദുബായിൽ എത്തിയിട്ട് ഗാനയിൽ എത്തിയപ്പോൾ അവർ ലഗേജ് ടാഗ് മാറ്റിയിടാൻ മറന്നുപോയി, അത് എനിക്ക് തരാൻ മറന്നുപോയി. അപ്പോൾ അതാണ് നമ്മൾ നോക്കണ്ടേ,
കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സായിട്ട് അടുത്തൊരു ഫ്ലൈറ്റ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ലഗേജ് ടാഗ് സെയിം ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും. അപ്പോൾ ഗാനയിലെത്തി ഞാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഇവിടെ ഈ ബാഗ് വന്നിട്ടില്ല കെനിയൻ എയർവേസിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഒന്നുകിൽ അവിടെ പോയിട്ട് എമിഗ്രേഷൻ ഓഫീസറോട് സംസാരിച്ച്, അല്ലെങ്കിൽ രണ്ടാമത് ട്രാൻസിറ്റ് വിസ $50 ഒരു ജസ്റ്റ് ഒരു ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് ട്രാൻസിറ്റ് വിസ എടുത്തിട്ട് അവിടെ പോയിട്ട് ഗാന എയർപോർട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് ബാഗ് കളക്ട് ചെയ്ത് രണ്ടാമത് ചെക്ക് ഇൻ ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല, മീൻസ് എൻ്റെ മിസ്റ്റേക്ക് അല്ല, എയർലൈൻ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ നിന്ന് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കെനിയ എയർലൈൻസ് എന്നോട് തീർത്തും കൈയൊഴിഞ്ഞു. കാരണം വെച്ചാൽ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല. നമുക്ക് ഈ ഒരു ബുക്ക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് കിട്ടിയത്, ബുക്കിംഗ്. സോ നിങ്ങൾ ഒന്നുകിൽ എയർലൈൻ സ്റ്റാഫിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ എമിഗ്രേഷൻ ഓഫീസറോട് സംസാരിച്ചിട്ട് അത് അറേഞ്ച് ചെയ്യാനായിരുന്നു എന്നോട് പറഞ്ഞത്. ഞാൻ ആകെ മൊത്തം കുഴങ്ങി. അപ്പോൾ അറ്റ് ലാസ്റ്റ് ഞാൻ $50 കൊടുത്ത് എന്താ പറയുക ട്രാൻസിറ്റ് വിസ എടുത്ത് പുറത്ത് പോയിട്ട് ആ ബാഗ് എടുക്കാൻ തയ്യാറായി. പക്ഷെ എന്നാലും ഞാൻ ഒന്നുകൂടെ ഫൈറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട്, പൈസ ചിലവാകുന്നതല്ല, നമ്മൾ വെറുതെ ഒരു പൈസ ചിലവാക്കണ്ടല്ലോ. അപ്പം ഞാൻ അവിടുന്ന് കുറച്ച് സംസാരിച്ചു, ഞാൻ പൊളൈറ്റ് ആയിട്ട് തന്നെ സംസാരിച്ചു. അപ്പം അവിടുത്തെ ഒരു എമിഗ്രേഷൻ ഓഫീസർ, സാധാരണ ആഫ്രിക്കക്കാരെന്ന് വെച്ചാൽ കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും, മീൻസ് അവർ വന്ന് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെയായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഒരു നല്ലൊരു ഓഫീസറായിരുന്നു ഗാനയിലുള്ളത്. അപ്പോൾ ആ പുള്ളിക്കാരൻ വന്നിട്ട് ചോദിച്ചു എന്തായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ എൻ്റെ ബാഗേജ് മിസ്സായിട്ടുണ്ട്, എനിക്ക് ഐ ജസ്റ്റ് വാണ്ട് ടു റീചെക്ക് കൺഫേം ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല. അങ്ങനെ ആ ഒരു സ്വന്തം അയാളുടെ റിസ്കിൽ, അതായത് എമിഗ്രേഷൻ ഓഫീസറുടെ റിസ്കിൽ അയാൾ എന്നെയും കൂട്ടിയിട്ട് എമിഗ്രേഷൻ പാസ് ചെയ്ത് പോയി. കുറച്ച് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു അവിടെ നിന്നു പറഞ്ഞു. എൻ്റെ പാസ്പോർട്ട് പുള്ളിക്കാരൻ കയ്യിൽ വാങ്ങിച്ചു വെച്ച് പുള്ളി അവിടെ പോയി എയർലൈൻ സ്റ്റാഫിനെ വിളിച്ചു കൊണ്ടുവന്നു, എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പുള്ളിയോട് സംസാരിച്ചു. അപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ പഴയ ബാഗേജ് ടാഗ് അവർ എന്താ പറയുക ദുബായിൽ നിന്ന് മിസ്സായി എന്ന് വെച്ചാൽ എൻ്റെ പഴയ ബോർഡിംഗ് പാസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവർ കൊടുത്ത് പുതിയതായിരുന്നല്ലോ, ഹോട്ടൽ വൗച്ചറും പുതിയൊരു ഇതായിരുന്നു എനിക്ക് തന്നത്. അപ്പോൾ എനിക്ക് ലാഗേജ് ടാഗ് ഇല്ല. പിന്നെ എൻ്റെ പാസ്പോർട്ട് വഴി ഇവരെ ട്രാക്ക് ചെയ്ത് എൻ്റെ ബാഗ് അവിടെ എത്തിയെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് എനിക്കത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അവർ പറഞ്ഞു ഇന്ന് പറ്റില്ല, നാളെ പറ്റുമെന്ന് പറഞ്ഞു. അതായത് നാളെ അവർ ഗാനയിൽ നിന്ന് സിയറാലിലേക്ക് അയക്കാൻ പറ്റും, അത് അവർ ചെയ്തോളാം. എയർലൈൻ സ്റ്റാഫ് എമിറേറ്റ്സ് എയർലൈൻ സ്റ്റാഫ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ പിറ്റേത്തെ ദിവസമായിരുന്നു ഇവിടത്തേക്ക് അയച്ചത്. അപ്പോൾ ഞാൻ അവിടുന്ന് എന്താ പറയുക ആക്കറയിൽ നിന്ന് ആ എമിഗ്രേഷൻ ഓഫീസറിനെ നേരിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ ഫ്ലൈറ്റ് മിസ്സാവാൻ പോകുമായിരുന്നു. അവിടെ തന്നെ വന്നിട്ട് പുള്ളിക്കാരൻ തന്നെയെല്ലാം ചെയ്തു. എന്നിട്ട് ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നോ ഇറ്റ്സ് മൈ ഡ്യൂട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ നല്ലൊരു നൈസ് ഓഫീസറായിരുന്നു പുള്ളിക്കാരൻ. ഞാനൊരു ജഡ്ജ് ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷേ ഞാനത് ആഫ്രിക്കയിലുള്ള എക്സ്പീരിയൻസ് കൊണ്ട് ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ നല്ലൊരു ആളായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ തന്നെ കെനിയ എയർലൈൻസിൽ വന്ന് എൻ്റെ ബോർഡിംഗ് പാസ്സൊക്കെ ശരിയാക്കി തന്നിട്ടാണ് ഞാൻ നേരെ വന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റിൽ മിസ്സാവുന്നുണ്ടെങ്കിൽ, നമ്മൾ വന്ന ബോർഡിംഗ് പാസ് കൊണ്ട് നമ്മൾ വരുന്നുണ്ടെങ്കിൽ അവർ പുതിയൊരു ബോർഡിംഗ്, അതായത് ഹോട്ടൽ സ്റ്റേയോ കാര്യങ്ങളോ തന്ന് പുതിയൊരു ബോർഡിംഗ് പാസ് തന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ ലഗേജ് ടാഗിൻ്റെ കാര്യം ചോദിച്ച് കൺഫേം ചെയ്ത് പുതിയ ബോർഡിംഗ് പാസിൽ ആ ലഗേജ് ടാഗ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും, നമ്മളെ പാസ്പോർട്ട് വഴി ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈസി ആയിട്ടുള്ള ഒരു വേയാണ് ഞാൻ പറയുന്നത്. പഴയ ബോർഡിംഗ് പാസ് കൊടുക്കുന്നുണ്ട്, ആ ലഗേജ് ടാഗ് നമ്മൾ പറിച്ചിട്ട്, അതായത് ചെറിയൊരു നമ്മളെ ഫുൾ കണക്ഷൻ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊണ്ട് ആ ടാഗ് ഉണ്ടാവും. അവർ ചെറിയൊരു പീസ് ഓഫ് പേപ്പർ ആയിരിക്കും ഒട്ടിച്ചിട്ടുണ്ടാവും. അത് പറിച്ചെടുത്ത് നമ്മുടെ കയ്യിൽ വെക്കുക, എന്നിട്ട് പുതിയ ബോർഡിംഗ് പാസിൽ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ ടെൻഷൻസും കാര്യങ്ങളൊക്കെ മിസ് ആവും. പക്ഷെ ആ ഒരു പീരീഡിനുള്ളിൽ ഞാൻ അനുഭവിച്ച കുറേ സ്ട്രെസ് ഉണ്ട്, അത് വളരെ വലുതായിരുന്നു. അങ്ങനെ ഒരു അനുഭവം ആർക്കും ഇല്ലാതായിരിക്കട്ടെ, അല്ല അങ്ങനെ അനുഭവത്തിൽ വരുമ്പോഴത്തേക്ക് എന്താ പറയുക ചെറിയൊരു ഹെൽപ്ഫുൾ ആയിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ചിലപ്പോൾ ചെറിയൊരു കാര്യമായിട്ട് തോന്നാം, പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ വലിയൊരു പണി തന്നെയാണത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ചാനൽ, കമൻറ്റ് ചെയ്യുക. once again thanks and happy Christmas and happy New Year in advance. Bye bye.